നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻട്രിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിൽ ഇരിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്ത് തുടരുകയാണ്. ചാപ്റ്റർ 1, 18ാമത്തെ ഖണ്ഡം, 1ാമത്തെ ശ്ലോകം. അജാഹിംഗാരോ വയ പ്രസ്താവോ ഗാവ ഉദ്ഗീതോ അശ്വാഹ പ്രതിഹാരഃ പുരുഷോ നിധനമേതാ രേവത്യ പശുഷു ക്രോതാഃ. അജാഹിംഗാരോ വയ പ്രസ്താവോ ഗാവ ഉദ്ഗീതോ അശ്വാഹ പ്രതിഹാര പുരുഷോ നിധനമേതാ രേവത്യ പശുഷു ക്രോതാഃ. ആടുകൾ ഒരു ഹിംഗാരമാണ്, ചെമ്മരിയാടുകൾ ഒരു പ്രസ്താവമാണ്, പശുക്കൾ ഉദ്ഗീതമാണ്, കുതിരകൾ ഒരു പ്രതിഹാരമാണ്, മനുഷ്യൻ ഒരു നിധനമാണ്. 2ാമത്തെ ശ്ലോകം. സയ ഏവമേതാരേവത്യ പശുഷു വേദ പശുമാൻ ഭവതി സർവമായുരേതി ജോഗ്ജീവതി മഹാൻ പ്രജയാ പശുഭിർഭവതി മഹാൻ കീർത്തിയ പശൂത്ര നിന്ദേതത് വ്രതം. ഒന്നുകൂടി വായിക്കാം. സയ ഏവമേതാരേവത്യ പശുഷു വേദ പശുമാൻ ഭവതി സർവമായുരേതി ജോഗ്ജീവതി മഹാൻ പ്രജയാ പശുഭിർഭവതി മഹാൻ കീർത്തിയ പശൂത്ര നിന്ദേതത് വ്രതം. രേവതി സാമന്റെ ഈ വരികൾ അറിയുന്നവൻ, മൃഗങ്ങളിൽ നെയ്തതായി അറിയുന്നവൻ ജീവിതത്തിന്റെ പൂർണ്ണകാലാവധി ജീവിക്കുന്നു, നീണ്ടകാലം ജീവിക്കുന്നു, സന്തതികളിലും കന്നുകാലികളിലും മഹാനാകുന്നു, പ്രസിദ്ധിയിൽ മഹാനാകുന്നു. മൃഗങ്ങളിൽ തെറ്റു കാണരുത്, അതാണ് അവന്റെ നിയമം. ഇപ്പൊ ഛാന്തോഗ്യ ഉപനിഷത്തില് സാമന്റെ എക്സ്പ്രഷനെ കുറിച്ചിട്ടാണ്, മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആ സാമൻ ഉദ്ഭവിക്കുന്നത് ശബ്ദത്തിൽ നിന്നാണ്, സ്രോതസ്സിൽ നിന്നാണ്. ആ സ്രോതസ്സിന്റെ അഹംബോധത്തിലൂടെയുള്ള എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിനെയും നിന്ദിക്കാൻ പാടില്ല. നമുക്ക് എന്തിനെങ്കിലും ഇവിടെ മോശമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നല്ലതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് വീണ്ടും ഇവിടെ അവതരിക്കേണ്ടി വരും. കാരണം ഞാനത് വിസ്മരിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിവിടെ
ലോകത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കണം. നമ്മൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെ എക്സ്പ്രഷനാണ്. ഇരുട്ടവും വെളിച്ചവും എൻ്റെ എക്സ്പ്രഷനാണ്. ചിന്ത ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അത് രണ്ടും ഞാൻ തന്നെയാണ്. അസ്തമിക്കുമ്പോൾ അതേ പൂർണ്ണതയായി മാറുന്നു, ഉദിക്കുമ്പോൾ മാനിഫെസ്റ്റ് ആവുന്നു. അപ്പൊ നമ്മൾ എന്ത് ജോലി ഇവിടെ ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നു. ചിലര് അഡ്മിനിസ്ട്രേഷനിലാവാം, ചിലര് പൗരോഹിത്യത്തിലാവാം, ചിലര് ബിസിനസ്സിലാവാം, ചിലര് വർക്കേഴ്സ് ആവാം. ഏത് തരത്തിലുള്ള ജോലി വേണമെങ്കിലും ആവാം. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ സാമനെ, ആ പരിപൂർണ സ്നേഹത്തിന്റെ ഫ്ലോ അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ജീവിക്കണം. ഇതാണ് ഛാന്തോക്യ ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ചാരിജി മഹാരാജ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ലവ് ഓൾ ഹും ഹി ലവ്സ്. അദ്ദേഹം, അതായത് എൻ്റെ തന്നെ ഫൈനൽ വേർഷൻ, അതാണ് നമ്മൾ അദ്ദേഹം എന്ന് വിളിക്കുന്നത്, മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുക. കാരണം അദ്ദേഹം സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ കണത്തിലും ഉള്ളത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ സ്നേഹത്തിന്റെ ഫ്ലോ അതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണതയിൽ എത്തിച്ചേരും. ഇല്ലെങ്കിൽ ജീവിതം അപൂർണമായി മാറും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ പെർഫെക്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ പെർഫെക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എന്തൊക്കെ ഉണ്ടെങ്കിലോ അതെല്ലാം ഒരേപോലെ കണ്ടിട്ട്, പണ്ഡിതാഹ സമദർശിനാഹ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, എല്ലാം ഒന്നുപോലെ തന്നെ കണ്ടിട്ട്. കാരണം എല്ലാം എൻ്റെ തന്നെ എക്സ്പ്രഷനാണ്, അവിടെ വേർതിരിവില്ല. ഞാൻ എന്ന് പറയുന്ന പദം അതിൻ്റെ ഹയസ്റ്റ് അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ആ ശബ്ദ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്ന ആ ശബ്ദത്തെയാണ് നമ്മൾ സാമൻ എന്ന് മനസ്സിലാക്കുന്നത്. ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ഓരോ ചരാചരങ്ങളുടെയും ഹൃദയമായിട്ട് സെന്ററായിട്ട് ആ സ്നേഹം തന്നെ നിലകൊള്ളുന്നു. അതൊരു ഫ്ലോ ആണ്, അത് ആ പൂർണ്ണതയാണ്. അവിടെ അലകളില്ല. അപ്പൊ അലകൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്, വേവ്സ് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്? ഞാൻ ഉദിക്കുമ്പോഴാണ് വേവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പൂർണ്ണ സ്നേഹമായി തന്നെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഓരോ പ്രവൃത്തിയിലും ഓരോ നിമിഷത്തിലും നമുക്കത് നിറവേറ്റാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതം പെർഫെക്ഷനിൽ എത്തിച്ചേരും. അപ്പൊ ഇതാണ് യോഗ എന്ന് പറയുന്നത്. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഇതിനെയാണ്. അപ്പൊ ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തില് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് ലഭിക്കുമ്പോൾ ഒരു അഭ്യാസിയെ ആ യഥാർത്ഥത്തിലുള്ള ആ ഉണ്മയിലേക്ക് മാസ്റ്റർ കണക്ട് ചെയ്യണം. പ്രാണാഹുതി നൽകി കണക്ട് ചെയ്യണം. പ്രാണാഹുതി എന്ന് പറയുമ്പോൾ അതേ ശബ്ദ നമുക്ക് ആ ഫ്ലോ ആയിട്ട് നൽകുകയാണ്. അപ്പൊ നമ്മളത് തിരിച്ചറിയാണ്, യഥാർത്ഥത്തിലുള്ള ഉണ്മ തിരിച്ചറിയാണ്. ആ ഉണ്മ തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് സഹജമാർഗത്തെ ഒരു റെവല്യൂഷണറി സിസ്റ്റം എന്ന് ബാബുജി മഹാരാജ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള യോഗ സമ്പ്രദായങ്ങളിൽ നമ്മൾ പുറമേ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെ ഉള്ളിലേക്ക് തിരിയുക. ആദ്യം ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യുക, എനർജി റെഗുലറൈസ് ചെയ്യുക, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പഠിക്കുക, പിന്നെയാണ് മെഡിറ്റേഷനിലേക്ക് എത്തുന്നത്. ഇപ്പൊ ചാരിജി മഹാരാജ് പറയാറുണ്ടായിരുന്നു, ഒരു മരം മുറിക്കുമ്പോൾ അതിൻ്റെ ആദ്യം ഇലകൾ പൊട്ടിക്കുക, പിന്നെ ചെറിയ കൊമ്പുകൾ പൊട്ടിക്കുക, പിന്നെ അതിൻ്റെ ബ്രാഞ്ച് പൊട്ടിക്കുക. ഒരിക്കലും ആ മരം മുറിക്കാൻ പറ്റില്ല. വേരോട് കൂടിയിട്ട് അതിനെ നമ്മൾ എടുത്തു കളയണം. എങ്ങനെയാണ് വേര് എടുത്തു കളയുന്നത്? വേര് നമ്മൾ ആ പൂർണ്ണതയാണ്, അതിലേക്ക് കണക്ട് ചെയ്യണം. ഭഗവത്ഗീതയിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് പരാമർശിക്കുന്നുണ്ട്. ഊർധ്വമൂലം അധശാഖം അശ്വത്വം പ്രാഹുരവ്യയം
ഛന്ദാംസി യസ്യ പർണാനി യത്തം വേദസ വേദവിത് അധശ്ച ഊർധ്വം പ്രസുതാസസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാലഃ അധശ്ച മൂലാനി അനുസന്തതാനി കർമാണി ബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തതോപലഭ്യത്തെ നാന്തോ ന ചാതി ന ച സംപ്രവൃത്തഃ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയാണ്, നമ്മൾ ആ തിരിച്ച് വരേണ്ടി വരാത്ത ആ പൂർണ്ണതയിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ പൂർണ്ണതയിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതം നയിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പൂർണ്ണത കൈവരുന്നു. നമ്മൾ പെരിഫറിയിൽ നിന്ന് ഉള്ളിലേക്ക് വരികയല്ല ചെയ്യുന്നത്. നമ്മൾ സെന്ററിൽ കണക്റ്റഡ് ആയിട്ട് സെന്ററിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പൂർണ്ണത മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ശാന്തോക്യ ഉപനിഷത്തും ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒന്നും മോശമായിട്ട് കാണില്ല. അപ്പൊ കന്നുകാലികളിൽ ഒന്നിനെയും മോശമായിട്ട് കാണരുത്. അവിടെ വേർതിരിവ് പാടില്ല. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ. മഹാത്മാ ഗാന്ധിജി പറയാറുണ്ടായിരുന്നു ഗോരക്ഷ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ മഹാത്മാഗാന്ധിജി പറയുന്നത് ഗോരക്ഷ എന്നത് പശുക്കളെ മാത്രമല്ല, മനുഷ്യരും മനുഷ്യരുടെ താഴെയുള്ള എല്ലാ ചരാചരങ്ങളെയും നമ്മൾ നമ്മുടെ തന്നെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കണം. ഹിംസ പാടില്ല, അഹിംസയിൽ നിലകൊള്ളണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പൊ തത്വപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു തത്വം യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ, അതേ പുരുഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ജീവിക്കണം. ഇതാണ് ഭഗവത്ഗീതയും പറയുന്നത്. ഇത് തന്നെയാണ് സഹജമാർഗവും പറയുന്നത്. ഇത് തന്നെയാണ് ചാന്തോക്യ ഉപനിഷത്തും പറയുന്നത്. അപ്പൊ നമുക്ക് ആ തലത്തിലേക്ക് കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രവൃത്തികളെല്ലാം പെർഫെക്ഷനിലെത്തും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, മനുഷ്യജന്മത്തിന്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മനസ്സിനെ ആ പൂർണ്ണതയിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ആ സ്നേഹം ഈ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് സഹജമായിട്ടുള്ള ഭാവത്തിൽ, അതായിരിക്കും നമ്മുടെ സഹജ സ്വഭാവം. ആ രീതിയിൽ നമ്മൾ ഇവിടെ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കണം. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് മോക്ഷത്തിനെ പറ്റിയിട്ടോ സാക്ഷാത്കാരത്തിനെ പറ്റിയിട്ടോ ഇനിയൊരു ജീവിതത്തിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തയില്ല. കാരണം ഇത് തന്നെയാണ് എപ്പോഴും എല്ലായ്പ്പോഴും ഉള്ളത് എന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അറിയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.